ഗാഡമർ എന്ന് പറയുന്നൊരു ജർമ്മൻ ഫിലോസഫറുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഫ്യൂഷൻ ഓഫ് ഹൊറൈസൺസ്, ചക്രവാളങ്ങളുടെ കൂടിച്ചേരൽ. അദ്ദേഹം പറയുന്നത് ഓരോ മനുഷ്യനും അവൻ്റെ ലോകത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, അവൻ്റെ പെരുമാറ്റങ്ങൾ, ജീവിത രീതി, അതൊക്കെ രൂപീകരിക്കുന്നത് അവൻ്റെ ഒരു ചക്രവാളത്തിൽ നിന്നുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ സംസ്കാരം, അവനറിയാവുന്ന ഭാഷകൾ, അത് വെച്ച് അവൻ വായിക്കുന്ന പുസ്തകങ്ങൾ, അവൻ ജനിച്ച് വളർന്ന് വരുന്ന ആ സാഹചര്യങ്ങൾ, അതൊക്കെയാണ് അവൻ്റെ ചക്രവാളം. ആ ചക്രവാളമാണ് അവൻ്റെ ജീവിത വീക്ഷണം, ലോകവീക്ഷണം, അവൻ്റെ പെരുമാറ്റം, ഇതൊക്കെ നിർണയിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോ ചക്രവാളമായി ജീവിക്കുമ്പോൾ ഫ്യൂഷൻ ഓഫ് ഹൊറൈസൺസ്, ഈ ചക്രവാളങ്ങൾ ഒരുമിച്ച് ചേരുന്നത് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് നമ്മുടെ ചക്രവാളങ്ങൾ വെല്ലുവിളിക്കപ്പെടുകയും നമ്മുടെ കാഴ്ചപ്പാടുകൾ വെല്ലുവിളിക്കപ്പെടുകയും നമ്മൾ ആ വെല്ലുവിളിയുടെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലമായി അല്ലെങ്കിൽ മറ്റ് ചക്രവാളങ്ങൾ കണ്ടുമുട്ടുന്നതിൻ്റെ അനന്തരഫലമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നത്, കുറേ കൂടെ നല്ല മനുഷ്യരായിട്ട്, കുറേ കൂടെ വ്യത്യസ്തതയുള്ള മനുഷ്യരായിട്ട്, വിശാലമായി ചിന്തിക്കുന്ന മനുഷ്യരായിട്ടൊക്കെ മാറുന്നത് ഈ ഫ്യൂഷൻ ഓഫ് ഹൊറൈസൺസ്, ചക്രവാളങ്ങൾ ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോഴാണ്, കണ്ടുമുട്ടുമ്പോഴാണ് എന്നാണ് ഗാഡമർ പറയുന്നത്. നമുക്ക് എടുക്കാവുന്നൊരു ഉദാഹരണമാണ് വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം. നമ്മളിപ്പോഴും പറയുന്നതാണ്, കല്യാണം നടക്കുമ്പോൾ, വിവാഹം നടക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർ ഒരുമിച്ച് വരുന്നതാണ്. അങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ രണ്ട് ചക്രവാളങ്ങൾ കൂട്ടിമുട്ടുകയാണ്. അങ്ങനെ രണ്ട് ചക്രവാളങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ, ഒരുമിച്ച് വരുമ്പോൾ അവ പരസ്പരം വെല്ലുവിളിക്കുകയും അതിൽ നിന്ന് ഇരുവരും, ഭാര്യയും ഭർത്താവും, അവരുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട്, അവരുടെ ജീവിതത്തിൻ്റെ പെരുമാറ്റ രീതികളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ടൊക്കെ തയ്യാറാകുമ്പോഴാണ് ദാമ്പത്യ ജീവിതം ഈ ഫ്യൂഷൻ ഓഫ് ഹൊറൈസൺസ്, ഈ രണ്ട് ചക്രവാളങ്ങളുടെ കൂട്ടിമുട്ടൽ, കണ്ടുമുട്ടൽ വഴിയായി കുറെ കൂടെ വിശാലമായ, കുറെ കൂടെ സന്തോഷമുള്ള ഒന്നായിട്ട് മാറുന്നത്. ഇന്ന് ഈ വിവാഹമോചനങ്ങൾ പെരുകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, ഒരുപക്ഷെ ഒരു കൂരയുടെ കീഴിൽ തന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും സന്തോഷമില്ലാതെ വീർപ്പുമുട്ടി ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇരുവരും രണ്ട് ചക്രവാളങ്ങളായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഒരുമിച്ച് വരാൻ, പരസ്പരം തങ്ങളുടെ ജീവിതം വഴിയായി, വാക്കുകൾ വഴിയായി വെല്ലുവിളിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് അർത്ഥത്തിലല്ല, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് അർത്ഥത്തിലുള്ള ചലഞ്ച് ചെയ്യുക എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ സാധിക്കാതെ വരുമ്പോഴാണ് ഈ വീർപ്പുമുട്ടുന്ന ദാമ്പത്യ ജീവിതങ്ങൾ കൂടുന്നത്, വിവാഹമോചനത്തിലേക്ക് എത്തുന്ന ദാമ്പത്യ ജീവിതങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ ക്രിസ്മസിന് ഒരുങ്ങുകയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ചെറിയ ചക്രവാളത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ ചക്രവാളം ക്രിസ്തു വഴി പ്രവേശിക്കുന്നതാണ്. അതാണ് ക്രിസ്മസ്, ഫ്യൂഷൻ ഓഫ് ഹൊറൈസൺസ്. നമ്മുടെ ചക്രവാളം, ദൈവത്തിൻ്റെ ചക്രവാളം, ഇത് ഒരുമിക്കുന്നതാണ്. ഈ ചക്രവാളങ്ങളുടെ ഒരുമിക്കലിൻ്റെ കാർമ്മികൻ എന്ന് പറയുന്ന ക്രിസ്തുവാണ്. ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ ഇടയിലേക്ക് വന്ന്, എന്താണ് സ്നേഹം? സ്നേഹമെന്ന് പറയുന്നത് തന്നെ തന്നെ കുരിശിൽ ബലി നൽകുന്ന ഒന്നാണ്. അതാണ് യഥാർത്ഥ സ്നേഹം. അതുവരെ മനുഷ്യർ കരുതിയിരുന്ന സ്നേഹമെന്ന് പറയുന്നത് ഒരുപാട് സ്വാർത്ഥതയുള്ള സ്നേഹമായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ ചക്രവാളം മനുഷ്യരുടെ ചെറിയ ഈ സ്വാർത്ഥത നിറഞ്ഞ ലോകത്ത്, അല്ലെങ്കിൽ പാപങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചക്രവാളം, അത്തരം ഒരു ചക്രവാളത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ ചക്രവാളം ക്രിസ്തു വഴി പ്രവേശിക്കുമ്പോൾ സ്നേഹം എന്ന് പറയുന്നത് പിന്നെ സ്വാർത്ഥത നിറഞ്ഞ ഒന്നല്ല, പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ നൽകാൻ തയ്യാറാകുന്ന കരുതലിൻ്റെ, വിട്ടുകൊടുക്കലിൻ്റെ, സ്വയം പൂർണ്ണമായും ശൂന്യവൽക്കരിക്കുന്നതിൻ്റെ ഒന്നാണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് നമ്മുടെ ജീവിത വീക്ഷണങ്ങളെ ഒരുപാട് മാറ്റിമറിക്കുന്നുണ്ട്. അത് ഉൾക്കൊള്ളാനായിട്ട്, ആ ദൈവത്തിൻ്റെ ചക്രവാളത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ കൊച്ചു കാഴ്ചപ്പാടുകൾ, നമ്മുടെ സ്നേഹത്തിൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്വാർത്ഥത നിറഞ്ഞ കാഴ്ചപ്പാടുകൾ, അതൊക്കെ കുറേ കൂടെ വിശാലമായ സ്നേഹത്തിൻ്റെ, കുറേ കൂടെ നമ്മളെ തന്നെ വിട്ടു നൽകുന്ന സ്നേഹത്തിൻ്റെ
ഏറ്റവും പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മുടെ ജീവിത രീതിയും ശൈലികളുമൊക്കെ കുറെ കൂടെ ദൈവീകമായിട്ട് മാറുന്നത് ഈ ചക്രവാളം, നമ്മുടെ ചക്രവാളത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ അനുവദിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ ചക്രവാളം നമ്മൾ വെല്ലുവിളിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതം കുറെ കൂടി വിശുദ്ധിയുള്ള ജീവിതമായിട്ട് മാറുന്നത്. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്നത്, വെളിച്ചം, ആ ചക്രവാളം അന്ധകാരത്തിൻ്റെ ചക്രവാളത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അന്ധകാരത്തെ നീക്കിക്കളയുന്ന ആ ചക്രവാളം നമുക്കും ആ ദൈവത്തിൻ്റെ വലിയ ചക്രവാളം, നമ്മുടെ കൊച്ചു ചക്രവാളത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്, ക്രിസ്തു വഴി പ്രവേശിക്കാനായിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ മനസ്സിലുള്ള ലോകത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ, മനുഷ്യരെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ, നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥകൾ, ഇതിനെല്ലാം ആ ദൈവത്തിൻ്റെ വലിയ ചക്രവാളം വെല്ലുവിളിക്കാനായിട്ട് അനുവദിക്കുക. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാനായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള മാർഗം എന്ന തിരിച്ചറിവിൽ നമുക്ക് ഈ നാളുകൾ ജീവിക്കാം.